അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥിയെ വിളിക്കാനുള്ള സമയമാണ്. നമുക്ക് വിളിക്കാം അല്ലെ. സോ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അശ്വതി നായർ. അപ്പൊ അശ്വതി, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഈ വേഷവും ഈ മേക്കപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ദേവിയായിട്ടാണ് ഇന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് അല്ലെ. ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണോ? അടിപൊളി. പിന്നെ പറയൂ, ആദ്യത്തെ ഒരു അതായത് അശ്വതിയുടെ ആദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാം ആണ്. സോ അതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം റെഡ് കാർപ്പറ്റിലൂടെ അശ്വതി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ. ചേച്ചി എന്താ ചോദിക്കാനുള്ളത്? അതെ, ചേച്ചിക്ക് എന്താ ചോദിക്കാനുള്ള? ഒരു ഡാൻസ് കാരിയാണ്. ഇതിപ്പോൾ നല്ലൊരു വേദിയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും നല്ല നല്ല വേദികളിലേക്ക് വരട്ടെ എന്ന് എൻ്റെ ആശംസകൾ. നന്നായി. ഇതിലെല്ലാം നമ്മുടെ ഡെഡിക്കേഷനാണ് ഏത് ആർട്ടിലും ഉള്ളത്. അതെ അതെ. അശ്വതി ശരിക്കും എന്താ പഠിക്കുന്നത്? കുച്ചിപ്പുടി, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, കേരള നടനം. അക്കാഡമിക് ആയിട്ടും അത് തന്നെയാണോ ചൂസ് ചെയ്തിരിക്കുന്നത്? അതുപോലെ നമ്മുടെ അശ്വതിക്ക് ഒരുപാട് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലെ? എന്തൊക്കെ കിട്ടി പറയൂ. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ആൻഡ് വേൾഡ്. ഇതൊക്കെ എന്തൊക്കെ ഐറ്റംസിനായിരുന്നു ഇത് കിട്ടിയത്? ഭരതനാട്യം വർണ്ണം കളിച്ച് ഗ്രൂപ്പായിട്ട് കളിച്ചതിനാണ് കിട്ടിയത്. ഓക്കെ, ഭരതനാട്യം വർണ്ണം ഗ്രൂപ്പായിട്ട് കളിച്ചു. അത് എത്ര സമയം എന്തായിരുന്നു? 10 minutes നോർമൽ വർണ്ണം തന്നെയാണ്. ഗ്രൂപ്പായിട്ട് കളിച്ചതിനാണ് ഈ റെക്കോർഡ്സ് ഒക്കെ നേടിയത്. പിന്നെ എന്തൊക്കെയാണ് ഈ ഡാൻസ് അല്ലാതെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടണം എന്നാണ് ആഗ്രഹം? അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടില്ല. ഡാൻസ് ആയിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ജോബ് പിന്നെ ഡാൻസും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ശരിക്കും പഠിക്കുന്നത് ഇപ്പോ ഏത് സ്റ്റാൻഡേർഡ് ഏതാണ്? 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നമുക്ക് എന്തായാലും കൂടെ വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അശ്വതിയുടെ അമ്മ, അച്ഛൻ, അനിയത്തി. അപ്പൊ അമ്മയുടെ പേര് പറയും. എന്റെ പേര് ശാരിക. ശാരിക. അമ്മ ഈ കുഞ്ഞിലെ മുതൽ അശ്വതി, അതായത് ജനിച്ച സമയം മുതൽ അശ്വതി ഒരു ഡാൻസ് ഒരു പാട്ടും കിട്ടിയില്ല ചേച്ചിയുടെ. ഈ അശ്വതിയെ കുഞ്ഞിലെ മുതൽ ഡാൻസ് പഠിപ്പിക്കണം എന്ന് അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നോ? അവള് കുഞ്ഞിലെ ഒരു 3 വയസ്സ് 2.5 വയസ്സായപ്പോൾ തന്നെ ടി വിയിലൊക്കെ പാട്ട് കാണുമ്പോൾ ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പൊ അവൾക്ക് അതിനോടൊരു ഇതുണ്ടെന്ന് തോന്നിയിട്ടാണ് ചേർത്തത് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന്. പിന്നെ അവള് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് ഫോഴ്സ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല, ഒരിക്കലില്ല. അവള് ചെയ്യുന്നുണ്ട്, അവൾക്ക് അതിനോടൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ഏത് വയസ്സിലായിരുന്നു അരങ്ങേറ്റമൊക്കെ നടത്തിയത്? അരങ്ങേറ്റം ചെയ്യുന്നത് 3ാം സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ്. 3ാം ക്ലാസ്സിൽ വെച്ചിട്ട് അരങ്ങേറ്റമൊക്കെ നടത്തി. അടിപൊളി. അപ്പൊ ഈ ആള് ഭയങ്കര കുസൃതിയാണ്. വാവയുടെ പേര് പറയൂ, എന്താ പേര്? ആവണി. ആവണി. ഈ അശ്വതി ചേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കോ? കളിക്കും. ചില തെറ്റുകളൊക്കെ ഇടയ്ക്ക് വരുത്താറുണ്ടല്ലേ? അതിനിപ്പോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അമ്മ പഠിപ്പിച്ചെടുക്കും. പറഞ്ഞു തിരുത്തിക്കൂടെ ആവണിക്ക്? ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ കോമ്പറ്റീഷനൊക്കെ ഉള്ളപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പോവും. അപ്പം അമ്മ പറഞ്ഞതാണ് പ്രാക്ടീസ് ചെയ്യാൻ, ചേച്ചി പ്രാക്ടീസ് ചെയ്തില്ലേ? അതെ, അപ്പൊ സൂപ്പർവൈസർ ആയിട്ട് ഉണ്ട് കൂടെ. അടിപൊളി. തീർച്ചയായിട്ടും. ഇനി അച്ഛനെ കൂടി പരിചയപ്പെടാം. അച്ഛന്റെ പേര് പറയൂ. ശ്യാംകുമാർ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ പെയിന്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അശ്വതിയുടെ പെർഫോമൻസ് കാണാനുള്ള സമയമായിരിക്കാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ശ്യാം സിംഗ് റോയിലെ പ്രണവാലയ, സായി പല്ലവിയുടെ ആ ഒരു പാട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനി കൂടുതൽ സംസാരിക്കേണ്ട, നമുക്ക് പെർഫോമൻസ് കാണാം. ഓൾ ദി ബെസ്റ്റ്. പ്രണവാലയ പാഹി പരിപാലയ പരമേശി കമലാലയ ശ്രീദേവി കുരിപ്പിൻസവേ കരുണാംബുരാസി ധീം താരാ ധീം ധീം താരാ ജതുലതോ പ്രാണമേ നാട്യം ചേസേ ഗതുലതോ നാമശതം മൂല നതുലതോ నాపైన నీ చూపు ఆపేలా
నా ఆలోచనే నిరంతరం నీకు నివాళినివ్వాలని నాలో ఆవేదనే నువ్వు ఆదరించేలా నివేదనవ్వాలని దేహమునే కోవెలగా నిన్ను కొలువుంచా జీవముతో భావముతో సేవలు చేసా ప్రతి ఋతువు ప్రతి కృతువు నీవని ఎంచా సతతము నీ స్మరణే ధీం తానా ధీం ధీం తానా జతులతో ప్రాణమే నాట్యం చేసే గతులతో నామశతం మూల నతులతో నా పైన నీ చూపు ఆపేలా శరణంటినే జనని నాద వినోదిని భువన పాలినివే అనాథ రక్షణ నీ విధి కాదటే మొరవిని చేరవటే അപ്പോ പറയൂ, എന്താണ് അശ്വതിയോട് പറയാനുള്ളത്? എനിക്ക് ശരിക്കും അതിൻ്റെ ആ ഭാവമാണ് ഇഷ്ടപ്പെട്ടത്. താങ്ക് യു. അതെ അതെ ചേട്ടാ, വളരെ മനോഹരം. എന്തായാലും ഒരുപാട് സ്റ്റേജ്, ഒരുപാട് റെക്കോർഡ്സ് ഇപ്പൊ കിട്ടി. എന്നാൽ പോലും ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ. ഒരുപാട് വേദികളിൽ നല്ലൊരു നർത്തകിയായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിൻ്റെ ഒപ്പം അമ്മ പറഞ്ഞ പോലെ പഠിത്തവും എല്ലാമായിട്ട് അശ്വതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. വേറെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ബിഗ് പ്ലാറ്റ്ഫോമായ അമൃത ടി വിയിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതെന്ന വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സോ താങ്ക് യു. വേറെ ഒന്നും പറയാനില്ല. ഗ്രേറ്റ്. അപ്പോൾ നമുക്കൊരു സമ്മാനം കൊടുക്കാം അല്ലേ? യെസ്. ധീം താരാ ധീം ധീം താരാ ജതു